അമൃത് ഭാരത് പദ്ധതി പ്രകാരം 32 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുന്ന കോച്ച് റെസ്റ്റോറൻറ്റിനുള്ള ബോഗി സ്റ്റേഷൻ മുറ്റത്ത് ഇതിന് മാത്രമായി സ്ഥാപിച്ച ട്രാക്കിൽ എത്തിച്ചു. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യമായാണ് കോച്ച് റെസ്റ്റോറൻറ്റ് ഒരുക്കുന്നത്. സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പ്രധാന കവാടത്തിന് മുൻവശം രാമന്തളി ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തുന്ന ബസ് വേക്ക് മുന്നിലാണ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുക. റെസ്റ്റോറൻറ്റിന് ആവശ്യമായ AC കോച്ച് മംഗലാപുരത്തു നിന്നും ഏതാനും ദിവസം മുമ്പ് പയ്യന്നൂരിൽ എത്തിച്ചിരുന്നു. കോച്ച് റോഡ് മാർഗം സ്റ്റേഷന് മുൻവശം എത്തിക്കാനുള്ള ശ്രമം ഇന്നലെ രാവിലെയാണ് ആരംഭിച്ചത്. സ്റ്റേഷന് മുൻവശം ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന കോച്ച് ഒളവറ റെയിൽവേ ലെവൽ ക്രോസിംഗിനടുത്ത് എത്തിച്ച് അവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് ട്രെയിലറിൽ കയറ്റി റോഡ് മാർഗം എത്തിച്ചാണ് സ്റ്റേഷൻ മുറ്റത്ത് സ്ഥാപിച്ച ട്രാക്കിൽ കയറ്റി വെച്ചത്. കോച്ച് റെസ്റ്റോറൻറ്റ് നടത്തുവാൻ ടെൻഡർ എടുത്ത കരാറുകാരൻ്റെ ഉത്തരവാദിത്തത്തിൽ കുപ്പം ഗലാസിമാരുടെ 50-70 ടൺ വീതമുള്ള 2 ക്രെയിനുകൾ എത്തിച്ചാണ് 50 ടണ്ണിലധികം ഭാരമുള്ള കോച്ച് ട്രാക്കിൽ നിന്നും ട്രെയിലറിലേക്ക് മാറ്റിയത്. കോച്ച് സ്റ്റേഷൻ മുറ്റത്ത് ഇതിനായി നിർമ്മിച്ച ട്രാക്കിലെത്തിക്കുവാൻ 8 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് അറിയുന്നത്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.